ജോൺസേട്ടൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ 3 സിനിമകൾ തുടർച്ചയായിട്ട് പശ്ചാത്തല സംഗീതമാണ് കൊടുത്തത്. പാട്ടുകൾ മറ്റുള്ളവർ ചെയ്യും, പശ്ചാത്തല സംഗീതം ജോൺസേട്ടൻ ചെയ്യും. 3 ഒരാളായിരുന്നു. നമ്മുടെ ഭരതേട്ടൻ ഡയറക്ടർ, ഒരു പാട്ട് 3 പടം MG രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു. അതായത് ആരവം, തകര, ചാമരം. പശ്ചാത്തല സംഗീതം ഒരുക്കുമ്പോഴും പാട്ടുകൾക്ക് വേണ്ടി ഇണപ്പെടുമ്പോഴും രണ്ടും രണ്ടായി പകുത്ത് കാണുന്നൊരു മനസ്സല്ലായിരുന്നു ജോൺസൺ ഉണ്ടായിരുന്നത്. ജോൺസൺ ടോട്ടലി മ്യൂസിക്കാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജോൺസൻ്റെ അറിയപ്പെടുന്ന പല ചിത്രങ്ങളിലെയും അതിൻ്റെ തീം മ്യൂസിക് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭരതൻ ഡ്രൈവിംഗ് വേളകളിലൊക്കെ ഉറക്കെ പാടാറുണ്ടായിരുന്നു. പാട്ടുകൾ മാത്രമല്ല, അതിൻ്റെ തീം മ്യൂസിക് പോലും പുള്ളി വിസിൽ ചെയ്യുകയും ഉറക്കെ സ്വരങ്ങളായി പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഭരതൻ പാടിയത് ഇത് ഉറയ്ക്കുന്നത് കണ്ടിട്ട് ജോൺസൺ പിന്നീട് അതിലെ ചില ട്യൂണുകൾ എടുത്തിട്ട് പിന്നീട് പാട്ടുകളായി രൂപാന്തരം പ്രാപിച്ചിട്ടുമുണ്ട്. ഞാൻ പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം അർജുൻ മാസ്റ്റർ കൂടെയും ഉമർ സാറിൻ്റെ കൂടെയും ഞാൻ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ജോസൊക്കെ മുമ്പ് കമലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലെ. അപ്പം ഞാൻ അതിൽ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല നമ്മൾ. അതല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് പാട്ട് ചെയ്ത് പോയ ആളും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് സെപ്പറേറ്റ് ക്രെഡിറ്റ് വേണം. അങ്ങനെയാണ് മലയാള സിനിമയിൽ ഇതിന് സെപ്പറേറ്റ് ക്രെഡിറ്റ് വന്നത്. അത് ശരി. അല്ലെങ്കിൽ സഹായി എന്നാണ് പോണം. മറ്റേ ആൾ സഹായി ആർ കെ ശേഖർ നടക്കാണ്. അപ്പോൾ അതിൽ മറ്റൊരു മെയിൻ മ്യൂസിക് ഡയറക്ടറിന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇതിലിപ്പോൾ സംഗീതം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ജനറൽ സെൻസ് വേണം. അതുകൂടാണ്ട് ലൈഫിനെ കുറിച്ചൊരു ബോധമൊക്കെ വേണ്ടേ. ചാട്ട എന്ന് പറയുന്ന ഒരു പടം ചെയ്തപ്പോൾ അതിൻ്റെ ടൂർ എന്ന് പറഞ്ഞാൽ ഇത് യാതൊരു ബന്ധമില്ല. ഇപ്പം ചാട്ട പോലെയുള്ള സിനിമകളിൽ ചാട്ട, ഓർമ്മയ്ക്കായി, അതിലൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രംഗമുണ്ടോ പശ്ചാത്തല സംഗീതം ചെയ്തതിനെ കുറിച്ച്? ചാട്ട മൊത്തം തന്നെ ഒരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം എപ്പോഴും വിജയിക്കണം എന്നില്ല കേട്ടോ. പക്ഷെ ചാട്ട എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് അത് സക്സസ് ആയി. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടാണ്. ഇത് ഭരതേട്ടൻ സിനിമ പോയി സമ്മതിക്കില്ല. നമുക്ക് മഞ്ഞളിൻ്റെ കളറ് മതിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി വടക്കാഞ്ചേരുന്ന് കുറേ ഈ കൊമ്പും വെള്ളമൊക്കെ വായിക്കുന്ന ആൾക്കാർ മുടിയൊക്കെ എങ്ങനെയായിട്ട് ഒരു ലുങ്കിയെ കൊടുത്തിട്ടുള്ള കുറേ ഒരു 10-12 തന്നെ ഇവിടെ കൊണ്ടിറക്കി. ഒരു 4-5 കൊമ്പ് ഒരു കുറുങ്കോഴൽ. അന്ന് ആ പക്ക പഞ്ചവാദം ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റേതായുള്ള കൊട്ടും ഈ സാധനങ്ങളെ നമ്മുടെ ഓർക്കസ്ട്രയായിട്ട് മിക്സ് ചെയ്യണമെന്ന് ഭരതേട്ടൻ. അതെങ്ങനെയാണ് പറ്റുകയെന്ന് ഞാൻ. കാരണം ഇവർ ഒരു ഊതുന്ന പിച്ചല്ല അടുത്ത തവണ ഊതുമ്പോൾ നമ്മൾക്ക് പിന്നെ ഇന്ന് ശ്രുതിയിലാണ്, ബി ഫ്ലാറ്റിലാണ് ഇവർക്കും നോട്ടറിന് എഴുതി കൊടുത്തേക്കണം. ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് വയലിനും കീബോർഡും ബേസൊക്കെയാണ്. അത് പക്ഷെ ട്രയൽ ആൻഡ് മാത്രമേ മാറുകയുള്ളൂ. അവരോട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, അവർക്കിത് ശീലമില്ല. ഒരു കണ്ടക്ടർ നിന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെയൊന്നും കാണിച്ചാൽ അവർ നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. അവർ ഊതിയേ നിർത്തുള്ളൂ. എൻ്റെ അവസാനം ഇവിടെ എൻ്റെ ഒരു സീനിയർ തബലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് പണിയില്ല. അദ്ദേഹത്തിൻ്റെ ഇവരുടെ പുറകെ അവരുടെ ലീഡറുടെ പുറകെ നിർത്തി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന കറക്റ്റ് നോക്കിയിട്ട് ചങ്ങാതി അവരെ തോളിൽ കയറി പിടിക്കും. അപ്പോഴവർ നിർത്തുള്ളൂ. അല്ലാണ്ട് ഇവർ നമ്മൾ നമ്മൾ കണ്ടക്ടർ മ്യൂസിക് നിർത്തി കഴിഞ്ഞാലും ഇവർ ഊതിക്കൊണ്ട് അതിപ്പോൾ 2-3 ടേക്ക് കട്ടായപ്പോൾ എൻ്റെ തനി സ്വഭാവം വന്നു. അപ്പോൾ ഞാൻ ഇവിടെ കഞ്ചേരി വന്ന സാധാരണ ആൾക്കാരാണ് ഇത് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടിരുന്നെന്ന് തോന്നണം എനിക്ക്. 3 കട്ടായപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള യൂഷ്വൽ മ്യൂസിഷ്യൻ ഞാൻ വിചാരിച്ചിട്ട് എന്താ തൊട്ട് അറിയാണ്ട് ഞാൻ ഇവർ മൊത്തം ദേഷ്യപ്പെട്ടു. അപ്പോൾ അതിലൊരു കാരണവർ താൻ എന്താ തല്ലാൻ പറ്റണോ ഞങ്ങൾ. പിന്നെ അതിൻ്റെ ഏറ്റവും ഒരു അതിൽ മൊത്തം അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു തീമുണ്ടായിരുന്നു. ചെലോ ബേസിൽ ഇവരുടെ വരവൊക്കെ വർക്കൗട്ട് ചെയ്ത് പോയിരിക്കുന്നത് അതിലാണ്. അതിൽ നമ്മൾ തിമലയും ഇത് വെച്ചിട്ടാണ് അതിൻ്റെ പക്ഷെ അതിൽ ഏറ്റവും നമ്മൾ കിട്ടിക്ക് പോകുന്ന സീക്വൻസ് ഈ അച്ഛൻകുഞ്ഞ് ചേട്ടൻ ഫിറ്റ്സുള്ള ആളാണല്ലോ. ആ ഒരു കുളം പോലെയുള്ളതിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഫിറ്റ്സ് വരും. പക്ഷെ ഒന്ന് ഇയാൾ മുങ്ങിക്കൊണ്ടിരിക്കും.
മറ്റേ ആൾക്ക് വേണമെങ്കിൽ അയാളെ കൈപിടിച്ച് കയറ്റാവുന്നുള്ളൂ. മെയിൻ എലമെൻ്റ് കിടക്കുന്നത് അത് വിട്ട് ആൻറ്റി ആയതുകൊണ്ടാണ് അത് അത്രയും കമേഴ്ഷ്യലി റീപ്രേറ്റ് ആവാഞ്ഞത്. അത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ അത് ആകാശം മുട്ട ഓടേണ്ട പടമാണ്. നമ്മളുടെ ചില സംസ്കാരവും കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് അച്ഛൻ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഭാര്യയെ കാക്ഷിക്കുന്ന ആളാണ് ഹീറോയിൻ മലയാള സിനിമയെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ഓർമ്മ വന്നപ്പോൾ ഇയാളെ രക്ഷിക്കില്ല, ഇയാൾ കൈ കൊടുക്കില്ല. ഇദ്ദേഹം അവിടെ മുങ്ങിച്ചാവുക, അതിൽ മുങ്ങിച്ചാവുക. ആ സീക്വൻസ് മൊത്തം ഒരു പര എന്ന് പറഞ്ഞ് ഇത് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മെയിൻ പീസ് കിടക്കുന്ന അവിടെ ഭയങ്കര ഒരു ഗോറി ഫീലിംഗ് ആയിരിക്കും. അത് കംപ്ലീറ്റ് അതിൻ്റെ മൂഡ് കംപ്ലീറ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. വേറെ എന്ത് ഉപയോഗിച്ചാലും കിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇയാളെ മുങ്ങി താവണോട് കൂടി ടോട്ടലി അങ്ങ് സൈലൻ്റ് ആവും. പിന്നെ സൈലൻ്റ് കുറച്ച് മൊമെൻറ്റ്സ് സൈലൻ്റാണ്. പിന്നെ ഇയാളുടെ ഒരു ലുക്ക് ഒരു ഷോട്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാളകളുടെ കാലിൻ്റെ ശബ്ദം ഈ കാളകളായിട്ട് അയാളുടെ കാളകളെയും കൂട്ടി ഇദ്ദേഹം പോവുകയാണ്. അവിടെ പോയിട്ട് ഇയാളെ കാണാനില്ല എന്ന് പറയണ കഴിച്ചു. അപ്പം ആ ഒരു സീക്വൻസിൽ അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത. അല്ല, ഓർമ്മയ്ക്കായാൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസ് അല്ലേ? ഓപ്പണിങ്ങിന് മുമ്പ് അത് വളരെ ലോലമായ ഒരു ടൈറ്റിൽ മ്യൂസിക്കാണ്. വളരെ വളരെ ബെല്ലോ എന്തൊക്കെ ആയിട്ടുള്ളൊരു ഈവൻ സാധാരണ ഒരു പ്രൊഡ്യൂസർ ബാൻഡെന്ന് പറയുമ്പോൾ വലിയ തീമായിട്ട് ബന്ധമില്ലാത്ത ഒരു മ്യൂസിക്കാണല്ലോ എല്ലാവരും ആവശ്യപ്പെടുക. പിന്നെ ലാൽ ജോസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ സമാധാനമാവും. അത് കഴിഞ്ഞ് വരുന്ന സിനിമ ഹോളിവുഡുകാർ മിക്കതും അതിന് ഭേദമാണ്. കാരണം പലതും ആ തീമിനോട് ഇപ്പോൾ MGM ആയ പോലും മെട്രോപൊളിറ്റൻ അവരുടെ ഒരു ബാനറുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെയും വരുന്ന സംഗതികളൊക്കെ എന്താണ് മാറ്റർ അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു ഹൊറർ ആണെങ്കിൽ അതനുസരിച്ചായിരിക്കും, ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ അതനുസരിച്ചായിരിക്കും. ഇവിടെ അതല്ല. എന്ത് തീമായാലും ഡയറക്ടറുടെ കാർഡ് കാണിക്കുമ്പോൾ ഒരു മരണാടി അടിക്കണം. അതൊക്കെ നമ്മൾ അല്ല അവരെൻ്റെ നമ്മുടെ ആൾക്കാർ തന്നെ എൻ്റെ തലമുറ വരുമ്പോഴേക്കും ഭരതേട്ടനും പപ്പേട്ടനും സത്യനും ബാലചന്ദ്രമേനൊക്കെ വരുമ്പോഴേക്കും അത് മാറി. പലപ്പോഴും നമ്മൾ എൻ്റെ ഒരു ടൂവേഴ്സ് എൻ്റെ വന്ന് ഡയറക്ടർ കാർഡ് നമ്മൾ പലപ്പോഴും സൈലൻ്റ് ആക്കാറുണ്ട്. എന്നിട്ട് ഫസ്റ്റ് സീൻ മ്യൂസിക്കിൽ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇതിൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ടൈറ്റിൽ മ്യൂസിക് കാർഡ്സ് വന്ന് പോകുന്നത് അത് ചെറിയ നുറുങ്ങുന്ന സാധനം. സീക്വൻസ് ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന മാധവീനെ സ്കൂട്ടറിൻ്റെ ബാക്ക് വെച്ചിട്ട് നെടു സ്കൂട്ടർ ഓടിയിട്ട് വരും. സ്കൂട്ടറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം. ഓപ്പണിംഗ് ഓഫ് ദ ഫിലിം അത് സഹിക്കാനും ഓഡിയൻസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഒരു കാറ്റ് വരുമ്പോൾ ഇവരുടെ ഈ സാരി തലേന്നങ്ങ് മാറും. അപ്പോൾ ഇവർ മുട്ടയടിച്ചിരിക്കുക. അവിടെ നിന്ന് നമ്മൾ ബിഗിൻ ചെയ്യുന്ന അതാണ് ആക്ച്വലി പടം. അവിടെ നിന്നാണ് നമ്മൾ മ്യൂസിക് ബിഗിൻ ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യണത് പിന്നെ ഒരു മോഡലായിട്ട് നിൽക്കുന്ന മുടിയൊക്കെ ആയിട്ട് ഒരു മോഡലായിട്ട് ഗോവിന്ദൻ്റെ മുമ്പിൽ ഒരു മോഡലായിട്ട് ശില്പത്തിന് മോഡലായിട്ട് നിൽക്കുന്ന ഇതേ മാധവി. അതുപോലെ ഈ ഒരിടത്തൊരു ഫയൽ വാനില് ആ ഫയൽ വാനിൻ്റെ ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു. അതെ അതെ അതെ, അത് ഫണ്ണി ആയിരുന്നപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ്റെ അതെ പപ്പയുടെ കാഴ്ചപ്പാടിൽ ദാറ്റ് മീൻസ് ഈ തിരക്കഥ രചയിതാവിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടർ അതൊക്കെ പപ്പയുടെ തന്നെയാണല്ലോ സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് ആദ്യം ശരിക്കും ആക്ച്വലി പിടികിട്ടിയില്ല എന്താ കളി. എനിക്ക് എന്തോ തോന്നി. പറഞ്ഞപ്പോഴാണ് ചിലത് നമുക്ക് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ചിലതെടുത്ത്. അപ്പോൾ ഈ പെൺകുട്ടി ചെറിയ പെണ്ണിട്ടാണ് ഇത്രയും തണ്ടും തടിക്കുള്ള ഈ ചങ്ങാതിക്ക് ലൈഫിൽ ഒന്നും അറിഞ്ഞൂടാ, എഴുതാനും വായിക്കാനും കൂടി അറിഞ്ഞൂടാ. ഒരു സീക്വൻസിൽ ഒരു ലെറ്റർ എഴുതോ മറ്റൊരാൾ പിടിക്കാൻ വരാൻ പറഞ്ഞിട്ട് ലെറ്റർ എഴുതണം. ഇയാളൊരു ശംഖുമുദ്ര വരച്ചു വയ്ക്കുന്നു ഒരു സീക്വൻസ്. ഒപ്പിന് പകരം ശങ്കർ. ഇയാൾക്ക് എത്തുമ്പോൾ അറിയില്ല, അയാൾക്ക് ആകെ അറിയാവുന്ന ഈ ക്വസ്റ്റ്യൻ. ഈ പെണ്ണിനെ നെടുവിൻ്റെ ക്യാരക്ടർ തയ്യക്കാരൻ തന്നെയാണ് ഒപ്പിച്ച് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് നൈറ്റിൽ ഈ ഒരു കളിപ്പാട്ടം കിട്ടിയ പോലെയാണ് ഇയാൾ ഈ പെണ്ണിനിട്ട് കളിക്കുന്നത് മേലേക്കും കിട്ടിയിട്ട്. ഇവളുടെ അപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലായി. ഇവളുടെ കൺമുന്നിൽ അയാളൊരു കൊച്ചു കുട്ടിയെ പോലെയാണ് ഇവൾക്ക് തോന്നണേ, തിരിച്ച് അയാൾക്കും. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത ഒരു ലല്ലമ്പിയാണ് ശരിക്കും അവിടെ.
ചിലപ്പോൾ തോന്നി എന്താ ഇത്, പിന്നീട് കുറച്ച് എക്സ്പ്ലനേഷന് വേണ്ടി വരുന്ന റിയാലിറ്റി വിട്ട് ചിലയിടത്ത് നമ്മൾ കളിക്കാൻ നമുക്ക് രണ്ടുപേർക്ക് അവകാശമുണ്ട്. പിന്നീട് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ഷുവർ ഓഫ് വാട്ട് ഹി വാണ്ട്സ്, അയാൾക്ക് എന്താണ് വേണ്ടത്, തനിക്കെന്താണ് വേണ്ടതെന്ന് തനിക്ക് ബോധ്യമുണ്ടാവുന്നതോടൊപ്പം തന്നെ ആരിൽ നിന്ന് എന്താണ് തനിക്ക് ചുരമാന്തി എടുക്കേണ്ടതെന്നും അത് എങ്ങനെ എടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് കൃത്യതയുണ്ടായിരുന്നു. ആ കൃത്യതയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ജോൺസൺ എന്നും അജയനായി നിലനിർത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ചെയ്യാൻ കഴിയുന്ന 3 or 4 പേരുടെ പേര് നിരത്തിയാൽ ജോൺസൻ്റെ പേര് അതിലുണ്ട്.